നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അത്ര നല്ലൊരു സമയത്തിലൂടെയല്ല സാന്റോസ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഫ്ലെമിംഗോയെ നെയ്മറുടെ ഗോളിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തോൽപ്പിച്ചപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷമുള്ള 3 കളികളിൽ ഒന്നുപോലും ജയിച്ചിട്ടില്ല. മിറാസോളുമായിട്ട് 3-0 തോൽവി, ഇന്റർനാഷണലുമായിട്ട് 2-1 തോൽവി, ഇന്നിപ്പോൾ സ്പോർട്ടുമായിട്ട് 2-2 സമനില. പക്ഷേ ഈ കളികളിലൊക്കെ നെയ്മർ മോശമല്ലാത്ത പ്രകടനം നടത്തുന്നു. അത് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പ്രതീക്ഷ സന്തോഷമൊക്കെ നൽകുന്നതാണെങ്കിൽ പോലും ടീം വിജയിക്കാത്തതിൽ എല്ലാവർക്കും നിരാശയുണ്ട്. നെയ്മർ തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ്. സാന്റോസ് വേഴ്സസ് സ്പോർട്ട് മത്സരത്തിന് ശേഷം അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ എക്സോസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി കാമായിട്ട് കാര്യങ്ങൾ കാണണം, ശാന്തമായിട്ട് കാര്യങ്ങളെ കാണണം, മനസ്സ് ക്ലിയർ ആക്കണം എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ ബെസ്റ്റ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിലും അതുപോലെ തന്നെ ബെസ്റ്റ് ഡെലിവർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നില്ല, ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു ചില പ്രധാനപ്പെട്ട മൊമെന്റുകളിൽ. എന്തായാലും കുറച്ചുകൂടി കാം ഡൗൺ ആവേണ്ടതുണ്ട്, മനസ്സ് ക്ലിയർ ആക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു. വലിയ രൂപത്തിൽ പിന്തുണയുമായിട്ടെത്തിയ ആരാധകരുണ്ട്. അവസാനം വരെ ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. നിരന്തരം മത്സരങ്ങൾ ഇങ്ങനെ കളിക്കേണ്ടി വരികയാണ്. ഒരു പരാജയം അത് മാനസികമായിട്ട് തളർത്താതിരിക്കുക. സോ കാമായിട്ട് കാര്യങ്ങളെ കാണുക, മനസ്സ് ക്ലിയർ ആക്കുക, അടുത്ത മത്സരത്തിന് ഒരുങ്ങുക, മികച്ച വിജയം വരുമെന്ന പ്രതീക്ഷയിൽ പോരാടുക. ഇതാണ് നെയ്മർ പറയുന്നത്. അത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിക്കുന്നു. പിന്നെ നെയ്മറുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായി കളിക്കളത്തിൽ ഇറങ്ങുന്നു, ദീർഘസമയം കളിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അടുത്ത മാസം എന്തായാലും സെപ്റ്റംബറിലേക്കുള്ള കോളപ്പ് നടത്തും കാർലോ അഞ്ചലോട്ടി. ആ സ്ക്വാഡില് ബ്രസീലിയൻ ടീമില് നെയ്മറെ തിരികെ കാണാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.